ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് സെൻറ്റൻസിനെ 4ആയി തിരിച്ചിരിക്കുന്നു. സെൻറ്റൻസിനെ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടും രണ്ടാമത്തത് അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചുമാണ്. സ്ട്രക്ചർ അനുസരിച്ച് 4ആയി തിരിച്ചിരിക്കുന്നു. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാമെന്ന് നോക്കാം. കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ സെൻറ്റൻസ് ആയിരിക്കും സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. ഇതിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം ഉള്ള സെൻറ്റൻസ് ആണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം ഉണ്ടാവില്ല. പക്ഷേ അവിടെ മെയിൻ ക്ലോസും കൂടി ചേരുമ്പോഴേ അതിന് പൂർണ്ണമായ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ നോട്ട് സിൻസിയർ നോബഡി വിൽ ട്രസ്റ്റ് യു. ഇവിടെ ഇഫ് യു ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസും നോബഡി വിൽ ട്രസ്റ്റ് യു എന്നത് മെയിൻ ക്ലോസുമായിരിക്കും. ഇഫ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ മെയിൻ ക്ലോസും വരുമ്പോഴാണ് അതിന് പൂർണ്ണമായ അർത്ഥമുണ്ടാകുന്നത്. ഇതിനെയാണ് മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അടുത്തതായി കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ സെൻറ്റൻസ് കഴിഞ്ഞ് കോമ്പൗണ്ട് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസുമായി കമ്പയർ ചെയ്ത് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് പഠിക്കാം. സിമ്പിൾ സെൻറ്റൻസിൽ ഒരൊറ്റ സെൻറ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് സെൻറ്റൻസിൽ 2ഓ അതിലധികമോ മെയിൻ ക്ലോസും മാത്രം. അതായത് സിമ്പിൾ സെൻറ്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ആണെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസിൽ 2 മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. 2ഓ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും കോമ്പൗണ്ട് സെൻറ്റൻസിൽ. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിലും കോമ്പൗണ്ട് സെൻറ്റൻസിലും മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. ആദ്യ 2 സിമ്പിൾ സെൻറ്റൻസിലും കോമ്പൗണ്ട് സെൻറ്റൻസിലും സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. ആദ്യ 2 മെയിൻ ക്ലോസ് മാത്രമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. സബോർഡിനേറ്റ് ക്ലോസിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. സിമ്പിൾ സെൻറ്റൻസിലും കോമ്പൗണ്ട് സെൻറ്റൻസിലും സബോർഡിനേറ്റ് ക്ലോസിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അവിടെ എന്തേ ഉള്ളൂ? മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് പഠിക്കാം. ഇവിടെ നിന്നുമാണ് ഈ മൂന്നാമത്തെ ആയിട്ടുള്ള കോംപ്ലക്സ് സെൻറ്റൻസിൽ നിന്നാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് തുടങ്ങുന്നത്. ആദ്യ 2 സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. പക്ഷേ കോംപ്ലക്സ് സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അവിടെ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. അതായത് കോംപ്ലക്സ് സെൻറ്റൻസിലാണ് സബോർഡിനേറ്റ് ക്ലോസ് തുടങ്ങുന്നത്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഇവയിൽ സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. സബോർഡിനേറ്റ് ക്ലോസ് തുടങ്ങുന്നത് കോംപ്ലക്സ് സെൻറ്റൻസിലാണ്. കോംപ്ലക്സ് സെൻറ്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ആണുള്ളത്. കോംപ്ലക്സ് സെൻറ്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ആണുള്ളത്. പക്ഷേ ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവാം. കമ്പയറിംഗ് വിത്ത് കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. പക്ഷേ മെയിൻ ക്ലോസ് ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ നോട്ട് സിൻസിയർ നോബഡി വിൽ ട്രസ്റ്റ് യു. ഇവിടെ ഇഫ് യു ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസും നോബഡി വിൽ ട്രസ്റ്റ് യു എന്ന് പറയുന്നത് മെയിൻ ക്ലോസുമാണ്. അടുത്തതായി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കോമ്പൗണ്ട് സെൻറ്റൻസും ഇതിലുണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസും ഇതിലുണ്ട്. അതുകൊണ്ട് അത് രണ്ടും കൂടി ചേർത്ത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നു. 2 മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസിലേതുപോലെ 2 മെയിൻ ക്ലോസും കോംപ്ലക്സ് സെൻറ്റൻസിലേതുപോലെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ 2 സെൻറ്റൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും. അപ്പോൾ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആകും. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാകും. ആദ്യത്തെ 2 സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. അവസാനത്തെ 2 സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. ഇവിടെ ദ കൗ
ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്ന് പറയുന്നത് ഒരു ഒറ്റ മെയിൻ ക്ലോസ് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ആണ് ഐ ലൈക്ഡ് ഹിം ഫോർ ഹി വാസ് ഇന്നസെൻറ്റ്. ഐ ലൈക്ഡ് ഹിം ഫോർ ഹി വാസ് ഇന്നസെൻറ്റ്. ഇവിടെ രണ്ട് മെയിൻ ക്ലോസ് ആണുള്ളത്, ഐ ലൈക്ഡ് ഹിം പിന്നെ ഹി വാസ് ഇന്നസെൻറ്റ് എന്നുള്ളത്. അടുത്തത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇഫ് യു ആർ നോട്ട് സിൻസിയർ നോബഡി വിൽ ട്രസ്റ്റ് യു. ഇവിടെ ഇഫ് യു ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. നോബഡി വിൽ ട്രസ്റ്റ് യു എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. അടുത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ആണ് മൈ ബ്രദർ ആൻഡ് ഐ വെൻറ്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ് while my sister stayed home and studied because she has a test coming up. My brother and I went to see the film last night എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. My sister stayed home and studied എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. Because she has a test coming up എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിക്കുവാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ പർപ്പസ് ബേസ് തിരിച്ചിരിക്കുന്ന 4 സെൻറ്റൻസിനെ നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.